നിയമസഭാ തിരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങവേ ഭരണപക്ഷമായ CPM-നെ പ്രതിരോധത്തിലാക്കി പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഒരു അപ്രതീക്ഷിത വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ആറന്മുള മണ്ഡലത്തിലെ സിറ്റിംഗ് MLA-യും സംസ്ഥാന ആരോഗ്യമന്ത്രിയുമായ വീണ ജോർജിനെ ഇത്തവണ മത്സരരംഗത്ത് നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യവുമായി അവരുടെ ഭർത്താവ് ജോർജ് ജോസഫ് നേരിട്ട് പാർട്ടി നേതൃത്വത്തെ സമീപിച്ചതാണ് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. കേരളത്തിലെ കരുത്തുറ്റ വനിതാ നേതാക്കളിൽ ഒരാളും സർക്കാരിന്റെ പ്രധാന മുഖവുമായ വീണ ജോർജിന്റെ കാര്യത്തിൽ ഇത്തരമൊരു ട്വിസ്റ്റ് CPM കേന്ദ്രങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ CPM പോലുള്ള ഒരു കേഡർ പാർട്ടിയിൽ സ്ഥാനാർത്ഥി നിർണയം പാർട്ടിയുടെ ആഭ്യന്തര തീരുമാനമാണ്. എന്നാൽ വീണ ജോർജിന്റെ വിജയങ്ങളിൽ എന്നും നിഴലായി കൂടെ നിന്നിരുന്ന ഭർത്താവ് ജോർജ് ജോസഫ് തന്നെ ഇത്തവണ ഇത്തരം ഒരു നിലപാട് എടുത്തത് പാർട്ടിയെ ആശയക്കുഴപ്പത്തിലാക്കി. കുടുംബപരമായ കാരണങ്ങളാൽ വീണയെ ഇത്തവണ മാറ്റി നിർത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭയുടെ മുൻ സെക്രട്ടറി കൂടിയായ ജോർജ് ജോസഫ് സഭാ കേന്ദ്രങ്ങളിലും രാഷ്ട്രീയ മണ്ഡലങ്ങളിലും വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. ആറന്മുളയിൽ വീണയുടെ വിജയത്തിന് പിന്നിലെ പ്രധാന ചാലക ശക്തിയും അദ്ദേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആവശ്യത്തെ വെറുതെ തള്ളിക്കളയാൻ പാർട്ടി നേതൃത്വത്തിന് സാധിക്കില്ല. ആറന്മുള മണ്ഡലം CPM-നെ സംബന്ധിച്ചിടത്തോളം നിലനിർത്തേണ്ടത് അഭിമാന പ്രശ്നമാണ്. ഓർത്തഡോക്സ് സഭയ്ക്ക് നിർണായക സ്വാധീനമുള്ള ഈ മണ്ഡലത്തിൽ സഭയുടെ പിന്തുണ ഉറപ്പാക്കാൻ വീണ ജോർജിനെ പോലൊരു സ്ഥാനാർത്ഥി അത്യന്താപേക്ഷിതമാണെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. ജോർജ് ജോസഫിന് സഭയ്ക്കുള്ളിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തിയാണ് കഴിഞ്ഞ 2 തവണയും വീണ മണ്ഡലത്തിൽ വിജയിച്ചു കയറിയത്. ഭർത്താവിന്റെ വിയോജിപ്പോടെ വീണയെ വീണ്ടും മത്സരിപ്പിക്കുന്നത് സഭാ വോട്ടുകളിൽ വിള്ളലുകൾ ഉണ്ടാക്കുമോ എന്ന ഭയം പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിനുമുണ്ട്. തിങ്കളാഴ്ച ചേർന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടു. യോഗത്തിൽ പങ്കെടുത്ത കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക് ഈ വിവരം സംസ്ഥാന നേതൃത്വത്തിന് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരിട്ടും ഫോണിലൂടെയും ജോർജ് ജോസഫ് തന്റെ ആവശ്യം നേതാക്കളെ അറിയിച്ചതായാണ് സൂചന. സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവായ വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉൾപ്പെടുന്ന ഉന്നത നേതൃത്വമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. 2016-ൽ മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ചാണ് വീണ ജോർജ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. ആറന്മുളയിൽ കോൺഗ്രസിലെ ശക്തനായ നേതാവ് ശിവദാസൻ നായരെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവരുടെ അരങ്ങേറ്റം. രണ്ടാമതും വിജയിച്ചതോടെ അവർക്ക് പിണറായി മന്ത്രിസഭയിൽ ആരോഗ്യ വകുപ്പ് ലഭിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും നിപ്പ നിയന്ത്രണത്തിലും അവർ നടത്തിയ ഇടപെടലുകൾ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ് വിശ്രമിക്കുന്നവർ ഈ പുതിയ വിവാദത്തോട് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. വീണ ജോർജ് മത്സരരംഗത്തു നിന്ന് മാറുകയാണെങ്കിൽ പകരം ആരെന്ന ചോദ്യം CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. മണ്ഡലത്തിലെ ഓർത്തഡോക്സ് സഭ വോട്ടുകളെയും പൊതുവോട്ടുകളെയും ഒരുപോലെ ആകർഷിക്കാൻ കഴിയുന്ന മറ്റൊരു മുഖം പെട്ടെന്ന് കണ്ടെത്തുകയും പ്രയാസകരമാണ്. വീണയെ ഭർത്താവിനെയും നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അനുനയിപ്പിക്കാനാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം നിലവിൽ ലക്ഷ്യമിടുന്നത്. എന്നാൽ ജോർജ് ജോസഫ് തന്റെ നിലപാടിൽ ഉറച്ചു നിന്നാൽ അത് CPM-ന് വലിയ തിരിച്ചടിയാകും. അടുത്ത കാലത്തായി കണ്ണൂരിലെ പ്രതിഷേധങ്ങളും മറ്റു പല രാഷ്ട്രീയ വിവാദങ്ങളും വീണ ജോർജിന് ചുറ്റും ഉണ്ടായിരുന്നു. എങ്കിലും അതിനെയെല്ലാം രാഷ്ട്രീയമായി നേരിടാനാണ് അവർ ശ്രമിച്ചത്. വീണ്ടും ആറന്മുളയിൽ മത്സരിക്കാൻ അവർ തയ്യാറാണെന്ന സൂചനകൾക്കിടയിലാണ് ഭർത്താവിന്റെ ഭാഗത്തു നിന്നുള്ള ഈ അപ്രതീക്ഷിതമായ നീക്കം വരുന്നത്. ഇത് വ്യക്തിപരമായ തീരുമാനമാണോ അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉണ്ടോ എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഈ പുതിയ പ്രതിസന്ധി കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളെ പുതിയ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കുടുംബത്തിന്റെ താല്പര്യമാണോ അതോ പാർട്ടിയുടെ താല്പര്യമാണോ ജയിക്കുക എന്നത് കണ്ടറിയണം. വീണ പിന്മാറുന്ന പക്ഷം അത് UDF-ന് ആറന്മുളയിൽ വലിയ ആത്മവിശ്വാസം നൽകും. മണ്ഡലം നിലനിർത്താൻ CPM നടത്തുന്ന അനുനയ നീക്കങ്ങൾ വിജയിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം.